السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. പരിശുദ്ധ ഇസ്ലാം അഭിമാനമാണ് എന്ന വിഷയത്തിൽ ഇതിൻ്റെ മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത മറ്റു ചില സംഗതികളാണെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സാലിഹായ അമലായി നമ്മിൽ നിന്നത് ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ. മതം എന്നാൽ മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും സംസ്കരിക്കാനുള്ള ഇലാഹിയായ പദ്ധതിയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർവചനം പറയുന്ന പണ്ഡിതന്മാർ വലഉൻ ഇലാഹിയുൻ എന്നും പറഞ്ഞാണ് അത് ആരംഭിക്കുന്നത്. തൗഫത്തുൽ മുഹ്താജിൻ്റെ 1-ാം വാള്യത്തിൻ്റെ 23-ാം പേജ് മുതൽ ഇബ്നു ഹൈതമി തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർവചനം പറയുന്നത് വലഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദവിൽ ഉഖൂലി, ബുദ്ധിമാനായ മനുഷ്യനെ സമ്പൂർണമായ വിജയത്തിലേക്ക്, ദുനിയാവിലും ആഖിറത്തിലുമുള്ള സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഇലാഹിയായ സംവിധാനം എന്നാണ്. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ യഥാർത്ഥ മതം എന്താണെന്നും എങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം നമുക്കും ലോകത്തിനും അഭിമാനമാകുന്നത് എന്നും കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാനും ആരാധനാ കർമ്മങ്ങളിൽ മനുഷ്യനെ തളച്ചിടുകയല്ല മതം ചെയ്തത്. ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി വിരക്തരാവണം എന്ന് മതം പറയുന്നുമില്ല. മനുഷ്യന് ഗുണപ്രദമായ ആസ്വാദനങ്ങളെല്ലാം നിയതമായ രീതിയിൽ എല്ലാവർക്കും ഏറ്റെടുക്കാനും അത് ആസ്വദിക്കാനും മതം സമ്മതം നൽകുന്നു. സമ്പൂർണമായ വിരക്തിയെ വിജയത്തിൻ്റെ മാനദണ്ഡമായി പഠിപ്പിക്കുന്നവരുണ്ട്. നിർവ്വാണം പോലെയുള്ള സംഗതികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എത്രമേൽ ആഴത്തിൽ പഠിച്ചാലും അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പരിമിതി പോലുമുണ്ട്. നിർവ്വാണം മുന്നോട്ട് വെക്കുന്ന ആദർശത്തിലെ വലിയ നേതാക്കൾക്ക് തന്നെ അത് മനസ്സിലായില്ല എന്ന് അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാനും പറ്റും. മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തോ ഒരു സംഗതിയെ വിശ്വസിക്കണമെന്ന് നിർബന്ധിപ്പിക്കുന്നത് എത്രമേൽ ബുദ്ധിശൂന്യമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ അതോടൊപ്പം ഈ ദുന്യാവിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഉപേക്ഷിച്ചിരിക്കണം വിജയം നേടാൻ എന്ന് ചില ആദർശങ്ങൾ സിദ്ധാന്തിക്കുന്നു. ഇതൊരു താരതമ്യ പഠനം അല്ലാത്തത് കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ ആവശ്യമായത് മാത്രം സൂചിപ്പിക്കുകയാണ് ഞാൻ. ഇവിടെയാണ് മതം, പരിശുദ്ധ ഇസ്ലാം, ഇലാഹി സംവിധാനം വ്യത്യസ്തമാകുന്നത്. മനുഷ്യന് ധനം സമ്പാദിക്കാൻ മതം പറയുന്നു, ആവശ്യമുള്ള അത്ര അത് നേടിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഭൗതികമായ ഏതൊക്കെ സന്തോഷങ്ങളുണ്ടോ അതൊക്കെ മനുഷ്യന് പാടുണ്ടെന്നും ഒരിക്കലും അതിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കേണ്ടതില്ലെന്നും മതം നമ്മളോട് പറയുന്നു. അതിൻ്റെ ഭാഗമായാണ് കല്യാണം കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് പോലും. ലൈംഗികതയെ പാപമായി കണ്ട സമൂഹങ്ങളുണ്ടായിരുന്നു. അവിടെയാണ് ലൈംഗികത പാപമല്ലെന്നും അതൊരു വിശുദ്ധമായ മനുഷ്യൻ്റെ നൈസർഗികമായ ഒരാവശ്യമാണെന്നും പരിശുദ്ധ ഇസ്ലാം സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഇങ്ങനെ തുടങ്ങിയാൽ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിന്നാലേ മോക്ഷം ലഭിക്കൂ എന്ന് പറയാതെ ഭൗതികമായ കാര്യങ്ങളെയും അതോടൊപ്പം പരലോകത്ത് വിജയിക്കാൻ ആവശ്യമായ ആത്മീയ കാര്യങ്ങളെയും സമ്പൂർണ്ണമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസിയുടെ പ്രാർത്ഥന ഉദ്ധരിക്കുന്നിടത്ത് ഖുർആനിൽ 2 ഇടങ്ങളിലെങ്കിലും റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന, ദുന്യാവിൽ ഞങ്ങൾക്ക് നന്മ വേണമെന്ന് പറയുന്നത്. അതിനുശേഷമാണ് വഫിൽ ആഖിറത്തി ഹസന എന്ന് പറയുന്നത്. കുറച്ചുകൂടെ തീവ്രമാണ്. സൂറത്തുൽ അറാഫിന്റെ 154-ാമത്തെ വചനം. വക്തുബ് ലനാ ഫി ഹാദിഹി ദുന്യാ ഹസന വഫിൽ ആഖിറ, അല്ലാഹുവേ ദുന്യാവിൽ ഞങ്ങൾക്ക് നന്മ നൽകണം, വഫിൽ ആഖിറ, ആഖിറത്തിലും എന്നാണ് അവിടെ പ്രയോഗം. നമ്മൾ ആദ്യം പറഞ്ഞെടുത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറത്തി ഹസന, രണ്ടിടത്തും നന്മ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ദുന്യാവിലും നന്മ, ആഖിറത്തിലും നന്മ. പക്ഷെ രണ്ടാമത് ഓതിയ സൂക്തത്തിൽ വക്തുബ് ലനാ ഫി ഹാദിഹി ദുന്യാ ഹസന, ഈ ദുന്യാവിൽ ഞങ്ങൾക്ക് നന്മ വേണം, വഫിൽ ആഖിറ, ആഖിറത്തിലും എന്നാണ്. ആഖിറത്തിനെ കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേകിച്ച് നന്മ എന്ന് പ്രയോഗിക്കുന്ന പോലുമില്ല.
അപ്പം മനുഷ്യനെ ഭൗതികമായും ആത്മീയമായും അവർക്കെത്താവുന്ന സമ്പൂർണതയിലേക്ക്, അതാണ് സായിക്കുല്ലി ദവിൽ ഇലാമാഹുവ ഖൈറുല്ലഹു, അവന് അവൻ്റെ സ്വയേഷ്ടപ്രകാരം തിരഞ്ഞെടുക്കുമ്പോൾ സമ്പൂർണമായി അവനെ നന്മയിലേക്ക് എത്തിക്കുന്ന, അത് ദുനിയാവിലും ആഖിറത്തിലും സംവിധാനമാണ് മതം ഇസ്ലാം എന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിർവചനം പറഞ്ഞ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ദുനിയാവിൽ ജീവിക്കാനുള്ള മാർഗങ്ങളും ആഖിറത്തിൽ ജീവിക്കാനുള്ള മാർഗങ്ങളും, അതോടൊപ്പം ഈ ദുനിയാവിനെ ഏതൊക്കെ രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റുമെന്നും, ദുനിയാവിലെ ജീവിതവും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങളിൽ എല്ലാവർക്കും സ്നേഹവും സമത്വവും സഹായവും അങ്ങനെ ഉണ്ടാകുന്നൊരു പ്രത്യേകമായ അനുഭൂതിയും, ഇതൊക്കെ മതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയും പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാം അഭിമാനമായി മാറുന്നത്? ഒരു മതം എന്ന രീതിയിൽ സമ്പൂർണ്ണമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമിൻ്റെ നിഴലിൽ നിന്നാണ് വമ്പിച്ച ഭൗതികമായ കണ്ടെത്തലുകൾ നമ്മുടെ പൂർവികർ നടത്തിയത്. എന്തുകൊണ്ട്? പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതലായി നമ്മളോട് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാനാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതനുസരിച്ചുള്ള നിയമങ്ങളും സിദ്ധാന്തങ്ങളും രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് കൃത്യമായ രീതിയിൽ വിലയിരുത്താൻ പറ്റും. ഇതിലൂടെയൊക്കെയും യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. പരിശുദ്ധ ഇസ്ലാം അഭിമാനമാണ് എന്ന് വിശ്വാസികളുടെ അവകാശവാദം എന്നതിനപ്പുറം ഏത് തലത്തിലൂടെ വീക്ഷിച്ചാലും, ശരിക്കും നിരൂപണാത്മകമായി മതത്തെ സമീപിച്ചാലും എല്ലാവർക്കും ബോധ്യപ്പെടും എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. നമ്മൾ ആലോചിച്ച് നോക്കുക, മതം എന്ന രീതിയിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾക്കാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങൾ അത് മനുഷ്യനെ എപ്പോഴും വിനയത്തിലും സന്തോഷത്തിലും പ്രതീക്ഷയിലും അതോടൊപ്പം അപരനെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും പറ്റുന്ന തലത്തിലും പാകപ്പെടുത്തിയെടുക്കുന്നു. ഇസ്ലാമിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ്, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം. ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ഏത് തലത്തിലാവണമെന്ന് മനുഷ്യന് നൈസർഗികമായി ലഭ്യമായ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് മനുഷ്യൻ്റെ പരിമിതികളൊന്നും ദൈവത്തിനുണ്ടാവാൻ പാടില്ല. സൃഷ്ടികളുടെ പരിമിതികളൊന്നും ആരാധ്യനുണ്ടാവാൻ പാടില്ല. നമ്മൾ കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ മതങ്ങളിൽ മനുഷ്യരുടെ സൃഷ്ടികളുടെ വിവിധങ്ങളായ പരാധീനതകളും പരിമിതികളും എമ്പാടുമുള്ള ദൈവങ്ങളാണ് ആരാധിക്കപ്പെടുന്നത്. ഭാരതീയ ചിന്ത എന്ന് പറയുന്ന പുസ്തകത്തിൽ കെ ദാമോദരൻ സാറ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ദൈവങ്ങൾ ദൈവങ്ങളായിട്ട് പോലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. അദ്ദേഹം അത്രമേൽ ഒരു ദൈവവിശ്വാസിയൊന്നുമല്ല. പക്ഷേ ദൈവം എന്ന ഒരു കൺസെപ്റ്റ് നിലനിൽക്കുമ്പോൾ അത് എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള ദൈവങ്ങളൊന്നും അവിധത്തിലേക്ക് ആക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കാരണം പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ പരിമിതികളും ഓർക്കുന്നുണ്ട്. വിശക്കുന്നുണ്ട്, മരണം സംഭവിക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്, മക്കളുണ്ടാവുന്നുണ്ട്, പലപ്പോഴും വിശന്ന് പൊരിഞ്ഞ് കരയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവർ പലപ്പോഴുമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെ നൂറുകൂട്ടം പരിമിതിയിൽ ജീവിക്കുന്ന ഒരു സങ്കല്പത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് എന്താ ആശ്വാസമാണ് കിട്ടാനുള്ളത്? നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കുക. നമ്മൾ അഭയം തേടി പോകുന്നയാൾ നമ്മൾക്ക് അഭയം നൽകാനും സംരക്ഷിക്കാനും പര്യാപ്തനല്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് എന്ത് കാര്യമാണ് ലഭിക്കുക? വിവിധങ്ങളായ പരാധീനതകൾ, സ്വന്തം സൃഷ്ടിയോട് മൽപ്പിടുത്തം നടത്തി തോറ്റുപോകുന്ന ദൈവങ്ങളെപ്പോലും നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ കാണാം. സ്വന്തം സൃഷ്ടിയോട് മൽപ്പിടുത്തം നടത്തുക, എന്നിട്ട് തോറ്റുപോവുക. മനുഷ്യന്റെ പരിമിതികൾ കൊണ്ട് പൊറുതിമുട്ടുക, കല്യാണം കഴിക്കുക, കുഞ്ഞുങ്ങൾ ജനിക്കുക, രോഗങ്ങൾ ഉണ്ടാവുക. അപ്പം മനുഷ്യന്റെയും സൃഷ്ടികളുടെയും പരിമിതികളിൽ നിന്ന് സമ്പൂർണ്ണ മുക്തനാകുമ്പോഴാണ് ഇലാഹി എന്ന തലത്തിലേക്ക്, ദൈവം എന്ന തലത്തിലേക്ക് നമ്മുടെ ആരാധ്യൻ മാറുന്നുള്ളൂ എന്ന് വളരെ ലളിതമായി നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം ആലോചിച്ച് നോക്കൂ.
സർവശക്തനായ, എന്നെന്നുമുള്ള, ഖഹാറായ, ജബ്ബാറായ, റഹീമായ, കരുണാവാരിധിയായ, മനുഷ്യനെ ആശ്രയിക്കാൻ പറ്റുന്ന എല്ലാ തലത്തിലും മനുഷ്യനുമായി ഏതൊക്കെ രീതിയിലാണോ ഈ ഇലാഹ് ആരാധ്യൻ എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്, ആ തലത്തിലെല്ലാം സമ്പൂർണതയോടുകൂടെ പരിശുദ്ധ ഇസ്ലാം ഇലാഹിനെ പഠിപ്പിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ദൈവം, അതാണ് ഇലാഹ്, അതാണ് ആരാധ്യം. ഇത് നമുക്കൊക്കെ ലളിതമായി ചിന്തിച്ച് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഏതോ ഒരു കാലത്ത് ജനിച്ചു വീഴുന്ന ഒരാൾ, അദ്ദേഹം എങ്ങനെ ദൈവമാവുക? ഏതാനും ദിവസങ്ങളാവട്ടെ മരണപ്പെടുന്ന ഒരാൾ, അതെങ്ങനെ ദൈവമാവുക? വേറെ ദൈവത്തോട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതെങ്ങനെ ദൈവമാവുക? തൻ്റെ പരിമിതിയെക്കുറിച്ച് ബോധവാനാവുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും തൻ്റെ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് എല്ലാവരും കൂടെ ചേർന്ന് ദൈവമാക്കി മാറ്റുക? ശത്രുക്കൾ എല്ലാവരും കൂടെ ചെന്നിട്ട് പിടിച്ച് കൊണ്ടുപോയി മാരകമായി പീഡിപ്പിച്ച് പരിഹസിച്ച് കൊല ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ദൈവമാവുക? ഇതിനെ ആശ്രയിക്കുമ്പോൾ മനസ്സമാധാനം എന്നുള്ളത് മിഥ്യയാണ്. നേരെ മറിച്ച് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുന്ന, എത്രമേൽ പരിമിതികളുണ്ടെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുന്ന, രോഗം വന്നാൽ വഹുവ യശ്ഫീൻ, സുഖപ്പെടുത്തുന്ന, ഞാൻ എന്തൊക്കെ പ്രയാസങ്ങളിൽ അകപ്പെട്ടാലും എനിക്ക് സലാമത്ത് നൽകുന്ന, അഭയം പ്രാപിക്കാൻ പറ്റുന്ന മഹാശക്തനാകുന്ന ഇലാഹിനെ ആരാധിക്കുമ്പോൾ ദൈവവിശ്വാസം സമ്പൂർണ്ണമാക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ വിശ്വാസിയിൽ നിന്ന് ആത്മഹത്യ സംഭവിക്കാതിരിക്കുന്നത്. കേരളം ആത്മഹത്യയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമന്തള്ളി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ കാസർഗോഡ് ഭാഗത്തുള്ള ആ ഒരു പ്രദേശത്തിൽ നിന്ന് ഇന്നലെ 2 പിഞ്ചുമക്കളെ കൊന്ന് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത ദുഃഖകരമായ വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് പുത്തരിയല്ല, ഏകദേശം ദിനംപ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പാട്ട് പാടുന്നൊരു കുട്ടി, അവരുടെ പാട്ടൊക്കെ എപ്പോഴും ഇങ്ങനെ വൈറലായി വരുന്നുണ്ട്. ആ പെൺകുട്ടിയോട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ കാരണത്താൽ പോയിട്ട് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത് നമ്മൾ വാർത്തയിൽ വായിക്കുന്നുണ്ട്. ഈ സീസണിൽ തന്നെ ഭർത്തൃ വീട്ടിലെ പീഡനം എന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന കുറേ ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പേര് നോക്കിയിട്ട് മതം നിശ്ചയിക്കുന്നതോ അല്ല ഞാൻ പറയുന്നത്. തന്നെ എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്ന, തനിക്ക് എന്തൊക്കെ അപാകങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ പറ്റുന്ന യഥാർത്ഥ ഇലാഹിനെ വിശ്വസിക്കുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും. ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വരൂല. അതുകൊണ്ടാണ് വിശ്വാസി ലോകത്ത് ആത്മഹത്യ വളരെ കുറവെന്ന് പറയുന്നത്. പുതിയ പഠനങ്ങളും നമ്മൾ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് പറയുന്ന സിബി മാത്യുവിൻ്റെ പുസ്തകത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം വിസ്തരിച്ച് എഴുതിയൊരു പുസ്തകമാണ്. മുൻ പോലീസ് ഓഫീസർ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നൊരു ഹെഡിങ് ഉണ്ട് അതിൽ. നമ്മളൊക്കെ കേട്ടതുപോലെ പണ്ടേതോ ഒരു നേതാവ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ നേർക്കുനേർ വിപരീതമായി അദ്ദേഹം ഹെഡിങ് നൽകുകയാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല. എന്നിട്ടോ അദ്ദേഹം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വെച്ച് പറയണത് മലപ്പുറം ജില്ലയിൽ കുറേയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് ആത്മഹത്യ വളരെ കുറവാണെന്നാണ്. മതത്തിൽ നിന്ന് ആളുകൾ മാറിപ്പോകുന്നുണ്ട്, മതത്തിനോട് വലിയ താല്പര്യമില്ലാതെ വരുന്നുണ്ട്. ചില ആളുകളെയെങ്കിലും ഭൗതികവാദികളുടെ പ്രചാരണങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അതനുസരിച്ച് ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ തോതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ആത്മഹത്യ കൂടുന്നത്, കൊലപാതകങ്ങൾ കൂടുന്നത്, മോഷണം കൂടുന്നത്, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം കൂടുന്നത്, തൽഫലമായി കുറേ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. മതവിശ്വാസത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിയെടുക്കണം എന്നും പറഞ്ഞിട്ട് കുറേ ആളുകൾ കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായി അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആഖിറത്തിലും ഈ ഒരു സേവനം ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു നന്മയും ലഭിക്കാനില്ല. പിന്നെ അവർ സമൂഹത്തിന് നൽകുന്ന ഏക സേവനം പിടുത്തം വിട്ട, താന്തോന്നികളായ, ബാധ്യതകളില്ലാത്ത, ധർമ്മം എന്താണെന്നറിയാത്ത, സത്യവും നീതിയും മനസ്സിലാക്കാത്ത സ്വന്തം മാതാപിതാക്കളെപ്പോലും കേവലം അവരുടെ പ്രൊഡ്യൂസർമാർ എന്ന് മാത്രം മനസ്സിലാക്കുന്ന,
അവരെ നിർമ്മാതാക്കൾ അത്രമാത്രം. എന്ന് മാത്രമല്ല, മാതാപിതാക്കൾ അവരുടെ ആനന്ദം പൂർത്തീകരണത്തിനു വേണ്ടി സെക്സിൽ ഏർപ്പെട്ടു. അതിൻ്റെ ഉപോൽപ്പന്നമായി ഞാൻ ജനിച്ചു. അതിൻ്റെ അപ്പുറം അവരോട് ബാധ്യതകളൊന്നുമില്ലെന്ന് പഠിപ്പിക്കുന്ന വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കൾ നിർബന്ധമായും അടക്കപ്പെടണമെന്ന് സിദ്ധാന്തിക്കുന്ന, വികലാംഗരായി ജനിക്കുന്ന കുട്ടികളെ കൊല്ലണം എന്ന് പറയുന്ന, സ്വന്തം പെങ്ങളെയും സ്വന്തം ഉമ്മയെയും സ്വന്തം മകളെയും ലൈംഗിക ബന്ധത്തിന് ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ അവർ ജയിക്കുന്നതനുസരിച്ച് നമ്മൾ ഇതുവരെ പുലർത്തി വന്ന എല്ലാ ധാർമ്മികതയും കേട്ടുകേൾവിയാകുന്നു. മതം ഇസ്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ തൽക്കാലം മാറി ചിന്തിക്കാം. ദൈവമില്ല, പരലോകമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ പല രീതിയിൽ താന്തോന്നികളാക്കി മാറ്റുന്നവർ ലോകത്തിന് നൽകുന്ന സംഭാവന എന്താണ്? മതം എന്ന് പറയുന്ന തീവ്രമായ വികാരം ആരെയാണോ സ്വാധീനിക്കുന്നത് അതനുസരിച്ച് അവർ ധർമ്മനിഷ്ഠരാകുമെന്നതിൽ ഒരു തർക്കമില്ല. നിങ്ങൾ എന്തിനാണ് വിശുദ്ധകളായി നടക്കുന്നു? ഡ്രസ്സ് ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വികാരം താല്പര്യപ്രകാരം ആസ്വദിച്ചുകൊണ്ടിരിക്കൂ എന്ന് പറയുന്ന ആളുകൾ സൃഷ്ടിക്കുന്ന ലോകം എന്താണ്? മുമ്പ് നമ്മൾ ഉദ്ധരിച്ചെന്ന് പോയി തോന്നുന്നു, ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തിലാണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ. അതിനെതിരെ ഗവൺമെന്റ് ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്, സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്, ചികിത്സാ സംവിധാനങ്ങളുണ്ട്. പല GNOകളെ ഉപയോഗിച്ച് ഗവൺമെന്റ് കുറേയേറെ പരിപാടികൾ നടത്തുന്നുണ്ട്, NGOകളൊക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ സാധനം കൂടി വരുന്നു? ഒരു 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ തീവ്രമായ മതവിരോധം കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പലരും, പ്രത്യേകിച്ചും ഇസ്ലാം വിരോധം. അള്ളാഹുവിനെ യഥാവിധി വിശ്വസിക്കുന്നു, അവൻ കാണുന്നു, അവൻ കൃത്യമായ രീതിയിൽ വിലയിരുത്തുന്നു, നമ്മുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്നു. ഈ കർമ്മങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ പരലോകത്ത് പ്രതിഫലം ലഭ്യമാകും, ശിക്ഷ ലഭ്യമാകും എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടാവണം. എങ്കിലേ കൊലപാതകം ഇല്ലാതാകൂ, എങ്കിലേ ആത്മഹത്യ ഇല്ലാതാകൂ, പിടിച്ചുപറിയില്ലാതെയാകൂ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഇല്ലാതെയാകൂ. ഇസ്ലാമിന്റെ പേരിടുന്നവരെ കുറിച്ചല്ല ഞാൻ പറയണത്. അവർ പോലും പ്രലോഭിതരാണ്. ഇസ്ലാമിൽ ജനിച്ച് ഇസ്ലാം പേരോടുകൂടെയൊക്കെ ജീവിച്ചിട്ടും ഇതുപോലെയുള്ള താന്തോന്നിത്തങ്ങളിൽ അവർ പോലും പെട്ടുകൊണ്ടിരിക്കുന്നു. ക്യാമ്പസുകൾ, കളിക്കളങ്ങൾ, യാത്രകൾ, ഓഫീസുകൾ, ഒപ്പം കൂടുന്ന ഇടങ്ങൾ എല്ലാം എടുത്തു വെച്ചും അവർക്ക് മതവിരുദ്ധമായ വിവിധങ്ങളായ ചിന്തകൾ സന്നിവേശിപ്പിക്കപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി ഇന്ന് യൂറോപ്പൊക്കെ അനുഭവിക്കുന്ന ധർമ്മച്യുതി നമ്മുടെ നാടും അനുഭവിക്കാൻ പോകുന്നു. ഇഷ്ടം പോലെ വിഭജിക്കാം, ഇഷ്ടം പോലെ ഗർഭം ധരിക്കാം, ഇഷ്ടം പോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രസവിച്ചുകൊണ്ടിരിക്കാം, ഇഷ്ടം പോലെ അവരെ ഉപേക്ഷിക്കുകയും ചെയ്യാം. ഇതാണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന വളരെ മാരകമായ മാനവവിരുദ്ധമായ ഒരു ശൈലി. ഞാൻ പലപ്പോഴും പുസ്തകങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് പല ആവശ്യങ്ങൾക്ക്. ഫാദർലെസ് അമേരിക്ക പോലെയുള്ളത് 40 കോടി ജനങ്ങൾ, അതിൻ്റെ താഴെ ജനങ്ങൾ മാത്രമുള്ള അമേരിക്കയിൽ 4,80,00,000 ജാരസന്താനങ്ങളാണെന്ന് വരുമ്പോൾ അത് ഭീകരമാണ്. ആ കണക്ക് വളരെ ഭീകരമാണ്. 4,80,00,000 ജാരസന്താനങ്ങൾ. എന്തുകൊണ്ട്? ധാർമ്മികത അവിടെ ഒരു സംഭവമല്ല, താന്തോന്നിത്താണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ പ്രസക്തി. നമ്മൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ 1/3 ഭാഗവും ആഖിറത്തെ കുറിച്ചാണ് പറയുന്നത്. 35 ലക്ഷം ആളുകളെ പച്ചക്ക് കൊന്നു യുഗ്ലോസ്ലാവിയയിൽ ഭരണം സ്ഥാപിച്ച പോൾ പോട്ടുണ്ട്. ഭൗതികമായ കോടതിയിൽ വെച്ചിട്ട് അയാൾ നമുക്ക് കൊല്ലാൻ പറ്റും. അയാൾ കൊന്ന 35 ലക്ഷത്തിൽ ഒരു മനുഷ്യന് മാത്രം അത് പകരമാവുക പോലുമില്ല. ഒരു മനുഷ്യന് പോലും അത് പകരാവില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു മനുഷ്യനെ ആശ്രയിച്ചായിരുന്നു ആ കുടുംബം ജീവിച്ചതെങ്കിൽ ഈ മനുഷ്യനെ കൊന്നതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. അവരുടെ പട്ടിണിയും പരിവട്ടം മാറുന്നില്ല, അവരുടെ മക്കളുടെയും ഭാര്യയുടെയും പ്രയാസങ്ങൾ തീർന്നില്ല. പരമാവധി വന്നാൽ ഒരു മനുഷ്യനെ കൊന്നതിന് പകരാവുമായിരിക്കും. ഇയാൾ കൊന്ന 35 ലക്ഷം മനുഷ്യരിൽ ബാക്കിയുള്ള ആളുകളെ കൊന്നതിന് നീതി നടപ്പാവേണ്ട ഒരു ലോകം വേണ്ടതുണ്ട്. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ നന്മയിലൂടെ മാത്രം സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിലെ 1/3 ഭാഗം ആഖിറത്തെ കുറിച്ച് പറയുന്നത്, മരണത്തെക്കുറിച്ച് പറയുന്നത്, പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ച് പറയുന്നത്.
പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തം പോലും വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നാവുന്നത്. വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ആ ദിവസത്തിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. തുർജഊന ഫീഹി ഇലല്ലാഹി. സൂറത്തുൽ ബഖറയുടെ 281 വാക്യം. ഈ വിശ്വാസം നിലനിൽക്കുമ്പോൾ ലോകത്ത് സമാധാനം ഉണ്ടാവും. മുസ്ലിം പേരുള്ള ആളുകൾ ഭീകരന്മാരല്ലേ എന്ന് ചോദ്യം ഉണ്ടാവും. ഞാൻ മുസ്ലിം പേരുകാരെ കുറിച്ചല്ല പറയണത്, മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുഅ്മിനീങ്ങളുടെ പേര് അനുകരിക്കുന്നവരെ കുറിച്ചല്ല പറയണത്, ഇസ്ലാം അംഗീകരിക്കുന്ന വിശ്വാസിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിനെ തീവ്രവാദം എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കാനുള്ള സംവിധാനങ്ങളുടെ പ്രലോഭനം കൂടി അതിലൊക്കെ ഉണ്ട്. പല തീവ്രവാദ ഗ്രൂപ്പുകളെയും സൃഷ്ടിക്കുന്നത് ഇസ്ലാം വിരുദ്ധരാണ്. ICS കുറിച്ചൊക്കെ പിന്നീട് നല്ല പഠനങ്ങൾ വന്നു. അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന അതിൻ്റെ നേതാവ് ജൂതനാണ് എന്ന് പോലും റിപ്പോർട്ട് വന്നു. അയാൾക്ക് എല്ലാ കോച്ചിങ്ങും കൊടുത്ത് പുറത്തിറക്കിയത് ജൂതന്മാരാണെന്ന്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കൂ, ചില പ്രത്യേക വിഭാഗം ഭരിക്കുന്ന സമയത്ത് തീരെ ഇസ്ലാം പേരുള്ള ഭീകരവാദികൾ സ്ഫോടനം നടത്തൂല. അവർ ഭരണത്തിൽ നിന്ന് മാറി മറുപക്ഷം ഭരണത്തിലേക്ക് എത്തുമ്പോഴേക്ക് ഇസ്ലാം ഭീകരന്മാർ സജീവമാണ്, പൊട്ടിയോണ്ടിരിക്കും. കടലാസ് സംഘടനകളാണ് പലരും. ഞാൻ പറയുന്നത് ചില ആളുകളൊക്കെ ഭീകരന്മാരായി പ്രവർത്തിക്കുന്നില്ല എന്നൊന്നുമല്ല, അതിന് ഇത്തരം ചില രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട്, അതുകൂടെ പരിഗണിക്കുന്നതാണ്. ഒരു കാരണങ്ങളും ഇല്ലാതെ ഏതെങ്കിലും മുസ്ലിം പേരുള്ളവൻ പൊട്ടിത്തെറിക്കുന്നതിനെ കുറിച്ചുമല്ല ഞാൻ പറയണത്, യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തെ കുറിച്ചാണ്. ആ പരലോകത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, സ്വർഗ നരകങ്ങളെ കുറിച്ചുള്ള വിശ്വാസം ഒരു മനുഷ്യനെ സമ്പൂർണ്ണനാക്കുന്നു. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കൂ. യുക്തിഭദ്രമാണത്, സമഗ്രമാണത്. ഇതുവരെയും മാനുഷിക കരവിരുതുകൾക്കൊന്നും തീരെ വിധേയമല്ല. അത് വളരെ പ്രധാനമാണ്. സമാവിയായ കുറെ ആദർശങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. മാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് ലഭ്യമായിട്ടുണ്ട്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇഞ്ചീൽ ലഭിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഗ്രന്ഥങ്ങളുണ്ട്. പല പ്രവാചകന്മാർക്കും അള്ളാഹുവിൽ നിന്നുള്ള ജീവിത പദ്ധതികൾ അവതീർണമായിട്ടുണ്ട്. പക്ഷെ എന്തായി അതൊക്കെ? ബൈബിളിൽ തന്നെ ഒരു വചനം, യിരെമ്യാവ് എന്ന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യം, നിങ്ങളുടെ അടുത്ത് ദൈവത്തിന്റെ നിയമങ്ങളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? കള്ളക്കണക്കെഴുത്തുകാരുടെ വ്യാജതൂലിക അതിനെ മലിനമാക്കിയല്ലോ എന്നാണ്. കള്ളക്കണക്കെഴുത്തുകാരുടെ വ്യാജതൂലിക അതിനെ മലിനമാക്കി. ഇനി ദൈവത്തിന്റെ വചനങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾ പറയാന്ന ചോദ്യം. യേശുക്രിസ്തു പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ഇഞ്ചീൽ, മലയാളം ബൈബിളിൽ പലയിടങ്ങളിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇന്ന് ഉണ്ടെന്ന് പറയാൻ അനുയായികൾക്ക് തന്നെയും താല്പര്യമേ ഇല്ല. അങ്ങനൊരു സംഗതി ഇല്ല, അങ്ങനൊരു സംഗതി ഇപ്പം ഇല്ല. ഏറ്റവും പഴയ സുവിശേഷ പുസ്തകം പോലും AD 70-ലെയും 100-ന്റെയും ഇടയിൽ രചിക്കപ്പെടുന്നതാണ്, ഏറ്റവും പഴയത്. അതിലേക്ക് ആയത്ത് കിടക്കാൻ നമുക്ക് സമയമല്ല. ഏറ്റവും പഴയത്. ചില ക്രൈസ്തവ ഭീകരന്മാരാകുന്ന പ്രബോധകന്മാരൊക്കെ ഉണ്ട്. ഏതോ അയർലൻഡിലോ മറ്റൊക്കെ ഇരുന്നിട്ട് AI എന്നും പറഞ്ഞൊരു താത്താനെ സൃഷ്ടിച്ചിട്ട് ആ താത്താനോട് സംവാദം നടത്തിയിട്ട് ഞാനിതാ ജയിച്ചിരിക്കുന്നു എന്നിങ്ങനെ വല്ലാതെ പ്രചാരണം നടത്തുന്ന ചില ആളുകൾ. AI താത്താനോട് സംവാദം നടത്തുക. AI എങ്ങനെയൊക്കെയാണ് ഈ വാക്കുകളും ഈ സംഗതികളും ഉത്തരങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് പ്രത്യേകമായ ചില നിരൂപണങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിരിക്കട്ടെ, AI താത്താനെ പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് മൊബൈലിനോട് സംവാദം നടത്തുക. അപ്പോൾ ഇസ്ലാമിൽ ഇന്ന തെളിവുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ക്ഷമിക്കണം, AI താത്താനെ എല്ലാം ഫത്വ കൊടുക്കാൻ ഇസ്ലാമിക സമൂഹം ഏൽപ്പിച്ചിട്ടുള്ളത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ച ആ ഒരു ഗ്രന്ഥം ഇന്ന് ലഭ്യമേ അല്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയതെന്നാണ് പൊതുവെ പഴയ നിയമം ബൈബിളിലെ 5 പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യാപുസ്തകം, ന്യായപുസ്തകം, ആവർത്തന പുസ്തകം. ഈ 5 പുസ്തകങ്ങൾ മൂസാ നബി എഴുതിയെന്നാണ് പൊതുവെ ഇന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഈ പുസ്തകത്തിൽ തന്നെ മൂസാ നബിയുടെ മരണം വിശദീകരിക്കുന്ന അത്ഭുതവും നമ്മൾ കാണുന്നുണ്ട്.
ആവർത്തന പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിൽ അങ്ങനെ മോവാബ് ദേശത്ത് വെച്ച് ദൈവത്തിന്റെ ദാസനാകുന്ന മോശെ അന്തരിച്ചു എന്നാണ് പറയുന്നത്. മൂസാ നബി എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ബനൂ ഇസ്രായേലർ 30 ദിവസം വിലാപം ആചരിച്ചു എന്ന് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂസാ നബി എഴുതിയ പുസ്തകത്തിൽ മൂസാ നബി മരിച്ചിട്ട് 30 ദിവസം ബനൂ ഇസ്രായേലർ വിലാപം ആചരിച്ചു. അതിലേറെ കൗതുകരമായൊരു വാക്കുകൂടെയുണ്ട്. മൂസാ നബിയെ പോലെയുള്ള മോശസിനെ പോലെയുള്ള ഒരു പ്രവാചകൻ പിന്നീട് ഇതുവരെയും ബനൂ ഇസ്രായേലരിൽ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് മൂസാ നബി എഴുതിയ ഒരു പുസ്തകത്തിൽ. മൂസാ നബി എഴുതിയ പുസ്തകത്തിൽ എങ്ങനെയാണ് മൂസാ നബിയെ പോലുള്ള ഒരാൾ പിന്നെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയാം? അതാണ് ഈ രമ്യാവ് പറയുന്നത്, വ്യാജതൂലികകൾ അവയെ മലിനമാക്കി കളഞ്ഞു. പരിശുദ്ധ ഖുർആനിന്റെ ഒരു രീതി ആലോചിച്ച് നോക്കൂ. 23 വർഷത്തെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അത് അവതീർണമാകുന്നു. 6000 ചില്ലാനം ആയത്തുകൾ, മനുഷ്യന്റെ വിമോചനത്തിന് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഹ്രസ്വമായും സമഗ്രമായും അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും ഒരു അക്ഷരത്തിന് മാറ്റം വരാത്ത വിധം അത് സുരക്ഷിതമാകുന്നു. ഖുർആന്റെ അവതരണം നടത്തിയ പടച്ച റബ്ബ് തന്നെ അതിന്റെ സംരക്ഷണവും ഏറ്റെടുത്തിരിക്കുന്നു. എത്രമേൽ കൗതുകമാണ്! പരിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അത് അവതീർണമായ അറബി ഭാഷയെപ്പോലും പടച്ച റബ്ബ് എത്രമേൽ മനോഹരമായി സംരക്ഷിച്ചു നിർത്തി. വിവിധങ്ങളായ ഭാഷകളുടെ ആദാന പ്രധാനങ്ങൾ അറബി ഭാഷയിലും വന്നിട്ടുണ്ട്. കൊടുക്കലും വാങ്ങലുകളും നമുക്കറിയാലോ. അറബി ഭാഷയിലേക്ക് ഇംഗ്ലീഷിന്റെ പദങ്ങൾ വ്യാപകമായി കുത്തിക്കയറ്റുന്ന ഓറിയന്റലിസ്റ്റ് ക്യാമ്പയിൻ പോലും ഉണ്ടായിരുന്നു. എന്തിന്? അറബി ഭാഷയുടെ മൗലികത നശിപ്പിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അറബി അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇന്ന് അറബി ഭാഷ പഠിച്ചു വന്ന ഒരാൾക്ക് പോലും ഖുർആൻ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഷാ ഘടന കൊണ്ടോ അതിൻ്റെ പദങ്ങളുടെ വിന്യാസം കൊണ്ടോ തീരെ ഒരു വെറുപ്പോ ഒരു വിഷമമോ ഒരു അരാജകത്വമോ അനുഭവപ്പെടുകയേയില്ല. ഒരു 30 വർഷം മുന്നേ എഴുതിയ മലയാളത്തിലെ നോവലെടുത്ത് വായിച്ചു നോക്കൂ. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം. കൃത്യം 30 വർഷം 31 വർഷം അതെടുത്ത് വായിച്ചു നോക്കിയാൽ അതിൽ പറയുന്ന വാക്കുകൾ നമുക്ക് കിട്ടൂല. കേരളത്തിലെ മലയാളത്തിലെ ഒന്നാമത്തെ ലക്ഷണമത്തെ ലേഖനം നോവൽ ചന്തുമേനോന്റെ ഇന്ത്യലേഖ ഒന്ന് വായിച്ചു നോക്കൂ. സൂര്യ നമ്പൂതിരിപ്പാട് പറയുന്ന വർത്താനം, അല്ലെങ്കിൽ അതിലെ മറ്റ് കഥാപാത്രങ്ങൾ പറയുന്ന വർത്താനം നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് അങ്ങനെയാണ്, ഏത് ഭാഷയും അങ്ങനെയാണ്. പക്ഷെ 1500 വർഷം മുന്നേ ലോകത്ത് പ്രത്യക്ഷമായ പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകളിൽ, പ്രയോഗങ്ങളിൽ, ശൈലിയിൽ ഇന്ന് അറബി പഠിച്ച ആൾക്ക് പോലും യാതൊരുവിധ വിഷമവും അനുഭവപ്പെടുന്നില്ല. ഇത് പെട്ടെന്ന് മനസ്സിലാവാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും അറബി അറിയാത്ത ആളുകൾക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിലെ പ്രയോഗം ഇന്ന് പോലും ചില പ്രത്യേക പുസ്തകങ്ങളുടെ പേരായി മാറുന്നു. ഒരു അരാജകത്വം തോന്നണില്ല. ലാ തഹ്സൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇന്നല്ലാഹ മഅനാ. പരിശുദ്ധ ഖുർആനിൽ ഒരു വേർഡ് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുകയാണ് പുസ്തകത്തിന്റെ പേര്. ഇപ്പോഴും വേൾഡ് ലെവലിൽ ബെസ്റ്റ് സെല്ലറാണ് ആ പുസ്തകം, ലാ തഹ്സൻ. നമ്മളൊരു പഴയ മലയാളം പുസ്തകത്തിലെ ഒരു വേർഡ് എടുത്ത് നമ്മൾ പുതിയതായി എഴുതുന്ന ഒരു പുസ്തകത്തിന് പേര് വെച്ചാൽ ഇത് ഏത് ഭാഷയിലുള്ള പുസ്തകമാണെന്ന് വായനക്കാർ സംശയിച്ചു പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ ഗാർ സൗറിൽ അവതരിച്ച സൂക്തം ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. 1500 വർഷം മുന്നേ അവതീർണമായ ഖുർആനിലെ ആ പദം ഏറ്റവും പുതിയ ബെസ്റ്റ് സെല്ലറായ പുസ്തകത്തിന്റെ പേരായിട്ട് വരുന്നു. അത് വായിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഇതെന്താ വാക്കെന്നോ ഇതെന്താ ഭാഷ എന്നോ ഇതിന്റെ മഅന എന്താന്നോ ഇതുവരെ സംശയം വന്നിട്ടില്ല. അറബി ഭാഷയിൽ മറ്റു ഭാഷകളിലൊക്കെ ഉള്ളതുപോലെ മറ്റു ഭാഷകളുടെ സ്വാധീനം ധാരാളം വന്നു. എന്നിട്ടും പരിശുദ്ധ ഖുർആൻ വായിക്കുന്നവർക്ക്, പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിൽ ഏതെങ്കിലും ഭാഷാപരമായ ഒരു താല്പര്യക്കുറവ് വരുന്ന പദം പോലും ഇല്ല. ഹദീസിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ വാക്കും പ്രവൃത്തിയും അംഗീകാരങ്ങളും സമൂഹത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് കൈമാറാൻ വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം A to Z രേഖപ്പെടുത്തി. നമ്മൾ നമ്മുടെ ഈ ഒരു മതത്തിനെ കുറിച്ച് അഭിമാനം കൊള്ളുക തന്നെ വേണം. ലോക ചരിത്രത്തിൽ അന്ന് നമ്മൾക്ക് നേരാവണ്ണം അറിയും
ഈ കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ വളരെ കുറവാണ്. പരസ്പരം ബന്ധപ്പെടാനോ ഒരു വാക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ആശയം കൈമാറാനോ വളരെ ചെറിയ സംവിധാനങ്ങളേ ഉള്ളൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷം ജീവിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കുകൾ, അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ അംഗീകാരങ്ങൾ, അവിടുത്തെ പ്രവൃത്തികൾ സമ്പൂർണമായി രേഖപ്പെടുത്തി. ഇതിൻ്റെ ആധികാരികത ഉറപ്പുവരാൻ വേണ്ടി ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രം മുഴുവനും രേഖയിൽ വന്നു. ഈ അടുത്ത കാലത്ത് ജീവിച്ച ഏതെങ്കിലും നേതാവിന് പോലും അത് അവകാശപ്പെടാൻ പറ്റുമോ? അതൊക്കെ കൃത്യമായി ഗ്രന്ഥങ്ങൾ വഴി സംരക്ഷിക്കപ്പെട്ടു. അത് സംബന്ധമായ നിരവധിയായ പഠനങ്ങളുണ്ടായി. ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്ന ഗംഭീര പഠനശാഖ നബി തങ്ങളുടെ വാക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ലോകത്ത് രൂപപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ പ്രമാണങ്ങളുടെ ആധികാരികത, ഖുർആനാവട്ടെ ഹദീസാവട്ടെ, അതിൽ നിന്ന് നിഷ്ഭിന്നമായ നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാവട്ടെ, കർമ്മശാസ്ത്ര മസ്അലകളാവട്ടെ, എല്ലാം ആധികാരികമായി ഇന്നും എന്നും നിലനിൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ അഭിമാനിക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇത് മനസ്സിലാക്കുക. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത പദ്ധതി എന്താണെന്ന് പരിശോധിച്ച് നോക്കൂ. മതത്തിന്റെ സമഗ്രതയെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കൂ. ഒരു കുട്ടി ജനിക്കുന്നിടം മുതൽ അവൻ വലുതായി മരണപ്പെട്ടാൽ അവന്റെ ശേഷം സമൂഹം അവന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വരെയും കൃത്യമായി മതത്തിലുണ്ട്. ഏതെങ്കിലും ചില കാര്യങ്ങളൊക്കെ പറയാം, മറ്റുള്ളതിനെ കുറിച്ചൊന്നും അഭിപ്രായമില്ല. ഇങ്ങനത്തെ മതമല്ല ഇത്. ആഖിറത്തിനെ കുറിച്ച് മാത്രം പറയാം, ദുനിയാവിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. അങ്ങനത്തെ മതമല്ല ഇത്. ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ചില മതങ്ങളുണ്ട്, അതുമല്ല ഇത്. വിശ്വസിക്കാൻ ഒരിക്കലും കഴിയാത്ത വിധം പ്രായോഗികമല്ലാത്ത ആദർശങ്ങൾ പഠിപ്പിക്കുന്ന കുറേ ദർശനങ്ങളുണ്ട്, ഇത് അതുമല്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന് നൽകുന്ന ഏറ്റവും ലളിതമായ ഏറ്റവും ചെറിയ നിർവചനം ഇന്നദ്ദീന യുസ്റുൻ എന്നായിരുന്നു. എന്താ ഇന്നദ്ദീന യുസ്റുൻ? മതം എന്ന് പറഞ്ഞാൽ എളുപ്പമാകുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അത് വ്യക്തമാക്കി പറഞ്ഞു. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്. വലാ യുരീദു ബിക്കുമുൽ, അള്ളാഹു നിങ്ങളെ കൊണ്ട് പ്രയാസം ഉദ്ദേശിക്കുന്നേ ഇല്ല. പിന്നെ എന്തിനാ ഇടക്കിടക്ക് ആരാധിക്കേണ്ടെന്ന് ചില ആളുകൾ ചോദിക്കുക. അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്താൻ തന്നെ. ആ ബന്ധം ഊഷ്മളമായി നിലനിൽക്കുമ്പോഴാണ് മനുഷ്യൻ 100% വിശുദ്ധനാവുന്നത്. അതുകൊണ്ട് ഇടക്കിടക്ക് ആരാധന അർപ്പിക്കണം. മനുഷ്യനെ സ്നേഹിക്കണമെങ്കിൽ സദക്ക, സക്കാത്ത് പോലെയുള്ള വിവിധ സാമൂഹിക പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കണം. സക്കാത്ത് കൊടുക്കുന്നതോടുകൂടെ മനുഷ്യൻ അവന്റെ സ്വത്തിൽ നിന്ന് കുറച്ചങ്ങട് കൊടുത്തൊഴിവാക്കല്ല ചെയ്യണത്, അവൻ സമൂലം സംസ്കരിക്കപ്പെടുന്നു. കാരണം ഇതെന്റെ ബാധ്യതയാണ് എന്ന ബോധത്തിൽ നിന്നാണ് സക്കാത്തിന്റെ പണം അവൻ മാറ്റിവെക്കുന്നത്. ആർക്കും സ്വന്തം പൈസ കൊടുക്കാൻ സൃഷ്ടിപരമായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. താൻ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവനായിട്ട് കൊടുക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പക്ഷെ മുഴുവനായി ദാനം ചെയ്താലേ മോക്ഷം ലഭിക്കൂ എന്ന് പറയുന്ന ആദർശങ്ങളുണ്ട്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം കൃത്യമായ സക്കാത്ത് സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾക്ക് നൽകണം, പാവപ്പെട്ടവരെ സഹായിക്കണം, സാമൂഹിക പ്രക്രിയയിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയെ നിർവഹിക്കണം. പക്ഷെ അത് കരുതിയിട്ട് നമ്മൾ അധ്വാനിച്ച മൊത്തം സ്വത്ത് ദാനം ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ടതുണ്ടോ? ഇല്ലെന്ന് മതം പറയുന്നു. മറ്റു ചില ഗുരുക്കളടുത്ത് പോയിട്ട് ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അനുയായികൾ ചോദിക്കുന്നുണ്ട്. അവരെന്താ മറുപടി പറയുന്നത്? നിന്റെ കയ്യിലുള്ളതെല്ലാം എടുത്തുപെറുക്കി വിറ്റ് ദാനം ചെയ്ത് എന്നെ അനുഗമിക്കുക, ദരിദ്രനായി എന്നെ അനുഗമിക്കുക എന്നാണ്. അദ്ദേഹം മടങ്ങിപ്പോയി എന്ന ഗ്രന്ഥം തുടർന്ന് പറയുന്നു. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് കുറേ സ്വത്തുണ്ടായിരുന്നു, എല്ലാം കൂടെ കൊടുക്കാൻ അയാളെ മനസ്സ് വന്നില്ല. അങ്ങനെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ മഹാഗുരു പറയുന്നത് എന്താണെന്നറിയാവോ? സമ്പന്നൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നത് എത്ര ദുഷ്കരം. സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കുന്നത് എത്രയെന്നാണ്. ഇതെങ്ങനെയാണ് പ്രായോഗികമാവുക?
സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിത്തുളയിലൂടെ പ്രവേശിക്കലാന്ന് പറയുമ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് എന്തോ ഒരു മാരകമായ വിപത്താണ് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാം അങ്ങനെ പറഞ്ഞോ? ഇല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള 10 പേരെ കുറിച്ച് പ്രവചനം നടത്തിയപ്പോൾ സമ്പന്നന്മാർ, അതിസമ്പന്നന്മാരാവുന്ന 4 പേർ ആ ലിസ്റ്റിൽ കടന്നു വരുന്നു. എല്ലാം ദാനം ചെയ്യാൻ താല്പര്യം കാണിച്ച തന്റെ അനുയായികളോട് ഹബീബായ നബി തങ്ങൾ എന്താ പഠിപ്പിച്ചത്? സഅദ് റളിയല്ലാഹു അൻഹു മരിക്കാനിരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തിന്റെ അന്ത്യരോഗത്തിൽ കാണാൻ ചെന്നു. സഅദ് തങ്ങൾ നബി തങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ സ്വത്ത് മുഴുവൻ ഞാൻ മതത്തിന് വേണ്ടി ദാനം ചെയ്യാൻ പോവുക. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പകുതി എന്ന് സഅദ് തങ്ങൾ വാശി പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഒരു വേണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ 1/3 എന്ന് ഇനി ഒരിക്കലും മാറൂല, അതിനേക്കാൾ കുറയില്ല എന്നുള്ള രീതിയിൽ സഅദ് റളിയല്ലാഹു അൻഹു ഷാഢ്യം പിടിച്ചു. എൻ്റെ സമ്പത്തിന്റെ 1/3 ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യാൻ ഞാൻ ഇരിക്കുകയാണ്. അത് സ്വീകരിക്കേണ്ടി വന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അത് സ്വീകരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞൊരു വർത്താനുണ്ട്, അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. അസ്സുലുസു കബീർ, 1/3 തന്നെ ധാരാളമാണ്. എന്തുകൊണ്ട് എന്ന് കൂടെ മഹാനായ റസൂൽ തങ്ങൾ സഅദ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. താങ്കളുടെ കുടുംബത്തെ, താങ്കളുടെ ഭാര്യനെ, മക്കളെ ദരിദ്രരായി, യതകഫഫൂനന്നാസ, ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി, യാചിക്കുന്നവരായി, ജീവിത സന്ധാരണത്തിന് വേണ്ടി ഒച്ചാനിച്ച് നിൽക്കുന്നവരായി നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് സമ്പന്നന്മാരും ജീവിക്കാനുള്ള വിഭവങ്ങൾ സ്വന്തമായുള്ളവരുമായി ഉപേക്ഷിക്കുന്നതാകുന്നു. എത്ര മാനവികാണെന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യനെ എത്രമേൽ ഇത് ചേർത്ത് പിടിച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ മൊത്തം ദാനം ചെയ്യാൻ സന്നദ്ധത അറിയിച്ച അനുയായിയെ ഹബീബായ റസൂൽ തങ്ങൾ ഇവ്വതം തിരുത്തുന്നു. ദൈവരാജ്യം അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു വരുന്ന അനുയായിയെ മറ്റൊരു ഗുരു, നിന്റെ കയ്യിലുള്ളതെല്ലാം ദാനം ചെയ്ത് ദരിദ്രനായി എന്നെ അനുഗമിക്കൂ എന്ന് ഉപദേശിക്കുന്നു. ഇത് ഒരു കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന ആദർശങ്ങൾ മാത്രം പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിൽ കഠിനമായ ശിക്ഷകളില്ലേ എന്ന് ചോദ്യം ഉണ്ടാകും. കൊല ചെയ്തവനെ കൊല്ലണം എന്നില്ലേ എന്നുണ്ടാകും. 100% ഉണ്ട്. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്ത്, ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നിടത്ത്, ഇസ്ലാമിന്റെ ക്രിമിനോളജി നടപ്പിലാക്കുന്നിടത്ത് കൊന്നവനെ കൊല്ലണം എന്നുണ്ട്, കട്ടവന്റെ കൈമുറിക്കണം എന്നുണ്ട്, മറ്റ് ശിക്ഷകളൊക്കെ ഉണ്ട്. അത് തീവ്രമാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ആധുനിക ലോകത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ. എന്തിനത്ര തീവ്രമായ ശിക്ഷാ നടപടികൾ മതം നടപ്പിലാക്കിയത്? അതുപോലും മാനവികനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇന്ന ഫിൽ ഖിസാസില ഹയാത്ത് എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രതികാരക്കൊലയിൽ ജീവിതമുണ്ട് എന്നുവെച്ചാൽ കൊന്നയാളെ കൊല്ലുന്നതോടുകൂടെ ലോകത്തിന് മൊത്തം അത് പാഠമാകുന്നു. കൊല്ലാൻ വിചാരിക്കുമ്പോഴേക്കും അവന്റെ മനസ്സിൽ ഭീതി വരുന്നു. കളവ് നടത്തിയ ആളുടെ കൈമുറിക്കുന്നതോടുകൂടെ അവൻ്റെ ഒപ്പം സ്ഥിരമായി ഒരു അടയാളം ഉണ്ടാകുന്നു, എനിക്ക് അക്കാൻ പാടില്ല എന്നുള്ളതിന്. ഇത് കാണുന്നവർക്കൊക്കെയും കൃത്യമായി മോഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുന്നു. 90 പ്രാവശ്യം മോഷണം നടത്തിയിട്ട് അറസ്റ്റിലായ ആളെ നമ്മൾ ഈയിടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം അറസ്റ്റിലാവും, അദ്ദേഹത്തെ പിരിച്ചുവിടും, പിന്നെ അയാൾ പിന്നെയും അതിലേറെ ഗംഭീരമായി മോഷണം നടത്തും, നിരവധിയായ കൊലപാതകങ്ങൾ നടത്തുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീപീഡനം ഒഴിവാകണമെങ്കിൽ നമ്മുടെ ക്രിമിനോളജിയെ തൊപ്പിയിടിച്ചു കൊണ്ടുവരണം എന്നൊക്കെ ചിലർ എഴുതി വെച്ചത്. സമാധാനം നിലനിൽക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കണമെന്ന് എഴുതി വെച്ചത്. ബലാത്സംഗം ഇല്ലാതാകും. നോക്കുങ്ങള്, എന്തൊക്കെ കുറവുകളും എന്തൊക്കെ വൈകല്യങ്ങളും ഉണ്ടെങ്കിലും ഇസ്ലാമിക ടച്ചിൽ ഇത്തിരിയൊക്കെ ഭരണം നടത്തുന്നത് കൊണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുള്ളത് സൗദി അറേബ്യയിൽ മുത്തറസൂലിന്റെ പട്ടണമാകുന്ന മദീനയിലാണ്. ആള് വരാത്തോണ്ടല്ല, പെണ്ണുങ്ങൾ പുറത്തിറങ്ങാത്തതുകൊണ്ടല്ല, ആവശ്യമായ രീതിയിൽ അവർ പുറത്തിറങ്ങുന്നുണ്ട്. 1, 2 അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഡയറി. അത്രക്കൊക്കെ ആണുങ്ങളുണ്ട്.
പക്ഷെ പീഡനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, ഒരു പെണ്ണും കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നില്ല. സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കാൻ പറ്റുന്ന ലോക നഗരങ്ങളിൽ വർഷങ്ങളായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ മദീനയാണ്. സമ്പൂർണ്ണമായി ഇസ്ലാമിക ഭരണമാണെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല, അത് നടത്തുന്നവർക്കും അഭിപ്രായമില്ല. നേരിയ രീതിയിൽ ഇസ്ലാമിൻ്റെ ടച്ച് വരുമ്പോഴേക്ക് സ്ത്രീകൾക്ക് ഇത്രമേൽ സുരക്ഷ വരുന്നു. ഹബീബവരുടെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, യമനിൻ്റെ തലസ്ഥാനമാവുന്ന സൻആ മുതൽ എൻ്റെ മദീന വരെ ഒരു പെണ്ണിന് നട്ടപ്പാതിരിക്ക് ഹിംസ്ര ജന്തുക്കളെ മാത്രം ഭയന്ന് നടന്നു വരാൻ പറ്റുന്ന ഒരു ലോകം. ഹിംസ്ര ജന്തുക്കളെ പേടിക്കണം, പാമ്പ് പിടിക്കുമോ നോക്കണം, പുലി പിടിക്കുമോ നോക്കണം, ചെന്നായ കടിക്കുമോ എന്നുള്ളത് നോക്കണം. അവറ്റങ്ങൾക്ക് പക്വതയും വിവേകമൊന്നുമില്ല. പക്ഷെ ഒരു മനുഷ്യ പിശാച്ചും മനുഷ്യ ചെന്നായും തൊടാത്ത 100% വിശ്വസ്തയോടുകൂടെ സുരക്ഷിതമായി യമനിൻ്റെ തലസ്ഥാനമാവുന്ന സൻആ മുതൽ എൻ്റെ മദീന വരെ നട്ടപ്പാതിരക്ക് ഒരു സ്ത്രീക്ക് നടന്നു വരാൻ പറ്റുന്ന സാഹചര്യം, അതാണ് റസൂലുള്ളാഹി സ്വപ്നം കണ്ട, ഇവിടെ സാധ്യമാകുമെന്ന് അവിടുന്ന് പ്രതീക്ഷിച്ച ആ ഒരു സമാധാനത്തിൻ്റെ നാട്. ഇതാണ് ഇസ്ലാം. അപ്പൊ ശിക്ഷകൾ അർഹമായ രീതിയിൽ ലഭ്യമാകുമ്പോഴാണ് മനുഷ്യന് സംസ്കൃതി ഉണ്ടാകുക. അതുകൊണ്ടല്ലേ ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷ എല്ലാ രാഷ്ട്രങ്ങളും നടപ്പിലാക്കുന്നത്. അപ്പൊ അവര് തീരുമാനിക്കണതാണ് ശരിയെന്ന് അവർ വെക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൊലശിക്ഷ ഒക്കെ ഇല്ലാതെയാക്കണം എന്നും പറഞ്ഞിട്ട് മുറവിളികൾ ഉണ്ടാവുന്നത്. അത് മാനവവിരുദ്ധാണ്. അത്രയും ഏതോ ഒരു മാനവനെ വെട്ടിക്കൊന്ന സമയത്ത് ഇവനത് തോന്നിയിട്ടില്ല. ഏതൊരു മാനവനെ ക്രൂരമായ രീതിയിൽ വധിച്ചപ്പോ തനിക്ക് വേണ്ടി സർവം സഹിക്കുന്ന ഭാര്യയെ പാമ്പിനെ കൊത്തിച്ചു കൊന്ന സമയത്ത് പോലും എത്ര ക്രൂരവും നിഷ്ഠൂരാണത്, എത്രമേൽ പ്ലാൻ ചെയ്ത കൊലപാതകമാണത്. പാമ്പിനെ പിടിക്കാൻ പാമ്പാട്ടിയുടെ അടുത്ത് പോയി വർഷങ്ങളോളം പരിശീലനം നേടുക. എന്തിന്? അങ്ങനെ കൊത്തിക്കൊല്ലിക്കാൻ വേണ്ടി. അങ്ങനത്തെ ആളും ഏതാനും വർഷമൊക്കെ ജയിലിൽ നിന്ന് നല്ല സൂപ്പർ ഫുഡൊക്കെ അടിച്ച് പുറത്തിറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പല കേസുകളും പിന്നെയും റിപ്പോർട്ട് ചെയ്യപ്പെടും. നേരെ മറിച്ച് പൊതുമധ്യത്തിൽ വന്ന് കൊന്നവനെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നാൽ കൊലപാതകത്തിന്റെ ഗ്രാഫ് കുത്തനെ താഴ്ന്നു വരും. അപ്പൊ കാരുണ്യത്തിന്റെ മാത്രത്തിൽ എന്തിനാ ഭീകരമായ ശിക്ഷകൾ എന്ന് ചോദിച്ചാൽ അതുപോലും മനുഷ്യപ്പറ്റുള്ളത് കൊണ്ടാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. എണ്ണിപ്പറയാൻ കുറേ കാര്യങ്ങൾ വിസ്തരിക്കാതെ. പരിശുദ്ധ ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം വളരെ പ്രാധാന്യമുള്ളതാണ്. എനിക്ക് വിസ്തരിക്കാൻ സമയത്തിന് കുറവുണ്ട്. വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ദൈവങ്ങൾ തമ്മിലുള്ള തല്ലുകൂടൽ പോലും നടക്കുന്ന ചില ആദർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഏത് ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യണം? ഏകദൈവ വിശ്വാസം മാത്രമേ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചിട്ടുള്ളൂ. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുള്ളൂ. സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ വചനം, ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണം, വിശ്വസിക്കണം, ഉറപ്പിക്കണം, ദൃഢമായി ഏറ്റെടുക്കണം, അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ. ഇതല്ല പ്രവാചകന്മാരും പഠിപ്പിച്ചത്. മർക്കോസിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ഇസ്രായേലെ കേൾക്കുക, പരമപ്രധാനമായത് എന്തെന്നാൽ നിന്റെ ദൈവം ഏകനാകുന്നു, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതിന് ഏത് രീതിയിലൊക്കെ വെള്ളം ചേർക്കപ്പെടുന്നോ ആ ആദർശം അത്രമേൽ പൂർണ്ണമല്ലെന്ന് നമ്മൾ പറയേണ്ടി വരും. രണ്ടാമതായി മനുഷ്യനോടുള്ള സമത്വം. വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പോലും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അറബിക്ക് അനർബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു സ്ഥാനമില്ല. ഇല്ലാ ബി തഖ്വല്ലാഹ്, അള്ളാഹുവിനോടുള്ള ഭയഭക്തി ആർക്ക് കൂടുന്നോ അവർക്ക് മാത്രം സ്ഥാനം. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ പോലും പാവപ്പെട്ടവരെന്ന് ഉന്നതന്മാരെന്ന് വിചാരിക്കുന്നവർ മുദ്ര കുത്തിയ സമൂഹത്തിന് യഥാവിധി ജീവിക്കാൻ പറ്റില്ല. വെള്ളമെടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്, ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ഇടങ്ങളുണ്ട്, പൊതുവഴി പോലും ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ട്, പൊതു ക്ലോസറ്റ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവർണരാകുന്ന പാവപ്പെട്ട മനുഷ്യർ ഈ പരിഷ്കൃത ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ ധാരാളം ജീവിക്കുന്നുണ്ട്. ഇന്നക്കും ഫീക്കൽ ജാഹിലിയ എന്നും പറഞ്ഞ് ഹബീബായ റസൂൽ ഗംഭീരമായി ശോഭിച്ചൊരു ദിവസമുണ്ട്. അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കറുത്ത പെണ്ണിന്റെ പുത്രൻ എന്നൊന്ന് പ്രയോഗിച്ചു പോയി. അത്രേ ഉള്ളൂ. അദ്ദേഹം അത്രമേൽ ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോയതാ. കറുത്ത പെണ്ണിന്റെ പുത്രൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗോത്രത്തിന്റെ നായകനാ, ദൗസിന്റെ നായകനാണ് അബൂദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു.
വലിയൊരു സമൂഹത്തിന്റെ നേതാവാണ്, ഉന്നത കുലജാതനാണ്, സ്വർണത്തിന്റെ വർണ്ണമുള്ളയാളാണ്, വലിയ സമ്പന്നനാണ്, അധികാരിയാണ്, ഒക്കെ ശരി. ഇന്നകംറുഉൻ ഫീകൽ ജാഹിലിയായ അബൂദർ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും പഴയകാല അന്ധകാരം കുടികൊള്ളുന്നു അബൂദർറെ എന്ന് മുത്തറസൂൽ തിരുത്തുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ നിന്നും ഇറങ്ങി ബിലാൽ ബിൻ റബാഹയുടെ വീട്ടിൻ്റെ അടുത്ത് ചെന്നു. നിലത്ത് കടന്നു, മുറ്റത്ത് തൻ്റെ കവിളൊട്ടിച്ചു വെച്ചിട്ട് മറുകവിളിൽ ബിലാൽ ചവിട്ടിയാലേ ഞാൻ എഴുന്നേൽക്കൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അജ്ജാതി ശിക്ഷണ റസൂലുള്ളാഹി കൊടുത്തത്. ബിലാൽ ബിൻ റബാഹ വന്നു, ദോസിന്റെ നായകനെ പിടിച്ചു ഉയർത്തി ചവിട്ടിന് പകരം 2 കവിളിയിലും മുത്തം കൊടുത്തു. ചരിത്രം ഉജ്ജ്വലമായി പ്രകാശിച്ചൊരു സന്ദർഭം. ഈ ആധുനിക കാലത്താണ് അബ്ദുള്ള ഡിയാർ എന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റ് അദ്ദേഹത്തിന്റെ കുറെ അനുയായികളുമായി നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. കേവലം ഒരു മത്സരത്തിന് കയറി വന്നതല്ലായിരുന്നു അദ്ദേഹം. ഇസ്ലാമിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു. ഞാൻ കാതളിക്കും ഇസ്ലാം എന്നും പറഞ്ഞ പുസ്തകം എഴുതി. വേറെയും കുറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ഞാൻ കാതലിക്കും ഇസ്ലാം, ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം. എന്തുകൊണ്ട് ഇസ്ലാം എന്ന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സമർത്ഥിച്ചു. ഇസ്ലാമിന്റെ സമത്വം ലോകത്തിന് മാതൃകയാണ്. ഇത് വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ആധികാരികത നേരത്തെ നമ്മൾ കുറച്ച് സൂചിപ്പിച്ചു, ഇനി അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പ്രമാണങ്ങളുടെ സംരക്ഷണം, അത് പഠിക്കുന്നതിനുള്ള സംവിധാനം മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 കോടിയിലേറെ വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും കാണാതെ ഇരിക്കുന്നുണ്ട്. 600 ചില്ലാനം പേജുകൾ. 2 കോടിയിലേറെ വിശ്വാസികളുടെ ഹൃദയത്തിൽ പൂർണ്ണമായും ഖുർആനുണ്ട്. മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥം, മതഗ്രന്ഥം, മതേതര ഗ്രന്ഥം ഇவ்விധത്തിൽ സമൂഹം ഏറ്റെടുത്തത് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റും? എന്തിനധികം സമ്പൂർണമായ അവരുടെയൊക്കെ വേദഗ്രന്ഥം 100% കാണാതെ പഠിച്ച ഒരാളെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഇതൊരു കുറവായിട്ട് പറയണതല്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ വേദഗ്രന്ഥമാവുന്ന ഖുർആന്റെ മഹത്വം പറയാൻ സൂചിപ്പിക്കുന്നതാണ്. 2 കോടി ചില്ലാനം ആളുകൾ. ഏതെങ്കിലും ഒരു വലിയ ഭീകരനായ രാജാവ് വരികയും ഖുർആന്റെ എല്ലാ കോപ്പികളും ആപ്പുകളും ഒക്കെ അയാൾ നശിപ്പിക്കുകയും ചെയ്താൽ നേരം വെളുക്കുമ്പോഴേക്ക് ആയിരക്കണക്കിന് വേദഗ്രന്ഥം പ്രിന്റ് ചെയ്യാനും സുബഹി നിസ്കാരാനന്തരം പാരായണം ചെയ്യാനും ഒരു സൊസൈറ്റിക്ക് മാത്രം സാധ്യം, മുസ്ലിങ്ങൾക്ക്. എല്ലാ വേദഗ്രന്ഥവും അതിന്റെ ഡെസ്ക് എഡിഷനൊക്കെ പിടിച്ച് കത്തിച്ചു ഒരു രാജാവ് വന്നിട്ട് ലോകത്തുള്ളത് മൊത്തം. ഖുർആന്റെ ആപ്പുകളെല്ലാം പ്രവർത്തനക്ഷമതമല്ലാത്ത വിധം അയാൾ എന്തോ ഒരു കൃത്രിമ ആപ്പ് നിർമ്മിച്ചു. നിഷ്പ്രഭരാവുകയാണ്. നമ്മുടെ മുമ്പിൽ ഇനി ഖുർആനില്ല. തോറ്റുപോകും ഈ സമുദായം? ഇല്ല. നേരം വെളുത്ത് സുബഹിന്റെ ശേഷം ഖുർആൻ ഓതാൻ മാത്രം പ്രിന്റ് ചെയ്ത് അത് സൂക്ഷിക്കാൻ നമുക്ക് സാധ്യമാണ്. ആപ്പുകൾ നശിപ്പിക്കാം, ഡെസ്ക് എഡിഷനുകൾ കത്തിച്ച് കളയാം. 2 കോടി മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഖുർആനെ മാറ്റാൻ നിലവിൽ സംവിധാനമില്ല. ഇതാണ് ഖുർആന്റെ സംരക്ഷണം. പല രീതിയിൽ. ഞാൻ ഭാഷയുടെ കാര്യം നേരത്തെ പറഞ്ഞു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ചോദിക്കും. അപ്പൊ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുക്കണില്ലല്ലോ. ആടാനും പാടാനും വൃത്തികേട് കാട്ടാനും പെണ്ണിനും ആണിനും സ്വാതന്ത്ര്യമല്ല ഇസ്ലാമിൽ. നേരെ മറിച്ച് മാന്യമായി ജീവിക്കാനും ലഭ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്താനും സാധ്യമാകുന്ന അത്ര പഠനം നടത്താനും ഏത് ലെവലിലേക്ക് എത്താനും എല്ലാ മനുഷ്യർക്കും ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നു, പ്രോത്സാഹനം നൽകുന്നു. ഇത് മനസ്സിലാക്കാതെ പെണ്ണിന് സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ എന്ന് പറയുന്ന ചില വിമർശനങ്ങളുണ്ട്. അവരുദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പെണ്ണിനെ സംബന്ധിച്ച് പാരതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ തീരുവ പ്രശ്നം. ജീവിത രീതിയിലുള്ള ലാളിത്യം. മുസ്ലിം അങ്ങനെയാണ്, ലളിതമായി ജീവിക്കുക. വിശുദ്ധി. ആലോചിച്ച് നോക്കും. മദ്യപാനം ഉണ്ടാവില്ല മുസ്ലിമിന്, മയക്കുമരുന്ന് ഉണ്ടാവില്ല മുസ്ലിമിന്, ആരോടും വിദ്വേഷമല്ല, അസൂയല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കണ്ടല്ലോ. മുസ്ലിം പേരുകാരെ കുറിച്ചല്ല ഈ പറയുന്നത്, മുസ്ലിമിനെ കുറിച്ചാണ്, മുഅ്മിനിനെ കുറിച്ചാണ്. അവന് വിദ്വേഷമല്ല, അഹങ്കാരമല്ല. ഒരാളത് പിടിച്ചു പറിക്കൂല, ഒരാളുടേതും മോഷ്ടിക്കൂല. മോഷ്ടിക്കാനും പിടിച്ചു പറിക്കാനും അവൻ്റെ ഉള്ളിൽ നൈസർഗികമായി തോന്നൽ വരുമ്പോൾ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വരുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ദൈവവിശ്വാസം കടന്നു വരുന്നു. സ്വകാര്യമായി നമ്മൾ നോക്കുന്നതും കാണും പടച്ച റബ്ബ്. നമ്മുടെ കൽബിൻ്റെ ഉള്ളിലുള്ള തോന്നലുകൾ അറിയും പടച്ച റബ്ബ്. അതോടുകൂടെ അവൻ പിന്നെയും വിശുദ്ധിയിലേക്ക് പോകുന്നു.
മാന്യമായ ജീവിതം, കുടുംബത്തോടും സമൂഹത്തോടും ബന്ധുക്കളോടും അയൽവാസികളോടും മക്കളോടും തൻ്റെ പരിചിത വൃത്തത്തിലുള്ള ഓരോരുത്തരോടും ഏറ്റവും മര്യാദക്കാരൻ, അവനാണ് മുസ്ലിം. ഏറ്റവും കൂടുതൽ സഹിക്കുന്നവനും സഹകരിക്കുന്നവനും, ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച മനോഭാവം വെച്ച് പുലർത്തുന്നവൻ, പാവങ്ങളെ സഹായിക്കുന്നവൻ, ജീവിതം തന്നെ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവൻ. അപ്പം ഇസ്ലാമിൻ്റെ ഈ ജീവിത പദ്ധതിയിലുള്ള വിശുദ്ധി, ജീവിത രീതിയിലുള്ള വിശുദ്ധി വളരെ പ്രാധാന്യമുള്ളതാണ്. അറിവിനോടുള്ള പ്രാധാന്യം, എല്ലാവിധ അറിവും പരമാവധി ആർജിക്കാൻ ഇസ്ലാം പറഞ്ഞു. സർവലൗകികമായ സാഹോദര്യം പരിശുദ്ധ മതം നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമായൊരു വിശേഷണം. ഇങ്ങനെ നോക്കുമ്പോൾ, നാനാതലത്തിൽ ചിന്തിക്കുമ്പോൾ ഇസ്ലാം അഭിമാനമാണെന്ന് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കാൻ എല്ലാവർക്കും സാധിക്കും. ഇസ്ലാം അഭിമാനമാണെന്ന് ഒരർദ്ധ സംശയം പോലും ഇല്ലാതെ പ്രഖ്യാപിക്കാൻ ഓരോരുത്തർക്കും സാധിക്കും. അതുകൊണ്ടാണ് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, സൂറത്ത് ഫുസ്സിലത്തിന്റെ 33-ാമത്തെ വാക്യം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, പരിശുദ്ധ ഇസ്ലാം അറിയുകയും ഉൾക്കൊള്ളുകയും അത് സമൂഹത്തിന് പകരുകയും ചെയ്യുന്നവർ എത്രമേൽ ശ്രേഷ്ഠരാണ്. വഅമില സ്വാലിഹൻ, അതനുസരിച്ച് അവൻ സദ്വൃത്തികളിൽ ഏർപ്പെട്ടു. ഒരന്യ മത ദൈവങ്ങളെയും അവൻ ഭത്സിച്ചില്ല, പരിഹസിച്ചില്ല. ഒരു ക്ഷേത്രത്തെയും ഒരു ചർച്ചിനെയും അവൻ ചെറിയ രീതിയിൽ പോലും ദ്രോഹിച്ചില്ല. അന്യവിശ്വാസികളുടെ ആരാധനകൾ നടക്കുമ്പോൾ അവിടെ കയറി ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയില്ല. നാളെ ക്രിസ്തുമസ് ആണ്, ഡിസംബർ 25-ന്. ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം ആചരിക്കുന്ന ഒരു ദിവസം. പക്ഷെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? ഇവിടെ അത് പാടില്ല എന്നും പറഞ്ഞ് ക്രിസ്തുമതക്കാരുടെ ആഘോഷങ്ങളെ സമ്പൂർണമായി നശിപ്പിക്കുന്നു കുറെ ആളുകൾ. യേശു അല്ല ഇത് പറയുന്നും പറഞ്ഞ് അവരുൾക്കൊള്ളുന്ന ദൈവത്തിന്റെ പേര് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുർബാന പാടില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കേണ്ടവർ, ജനാധിപത്യ രീതിയിൽ പ്രതിജ്ഞയെടുത്ത് മുഖ്യമന്ത്രിയായവർ ഇനി ക്രിസ്തുമസ് ആഘോഷത്തിന് ലീവില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നെയും ഇരുളിലേക്ക് പോവുകയാണ് നമ്മുടെ ഈ നാട്. അന്യന്റെ ആഘോഷവേളയിലേക്ക് കയറിച്ചെന്ന ആയുധം കാട്ടി പിരിഞ്ഞു പോവണം, അല്ലെങ്കിൽ കൊത്തി അരിയുന്ന ഭീകരമായി പ്രഖ്യാപിക്കുന്നവർ പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്ത് അൽ-ബഖറയുടെ 256 ശ്രദ്ധിക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലാത്കാരവും പാടില്ല, മതത്തിൽ ഒരു ബലം പ്രയോഗവും പാടില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ടുണ്ട്. സത്യം ആർക്കും സ്വീകരിക്കാം. താല്പര്യമുണ്ടെങ്കിൽ പലർക്കും അസത്യവും സ്വീകരിക്കാം, അത് അവരുടെ ഇഷ്ടം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല. പിന്നെയും ഇരുളിലേക്ക് പോവുകയാണ് നമ്മുടെ നാട്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പിന്നെയും നമ്മൾ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധമായ ഇസ്ലാം ഉൾക്കൊള്ളുന്നയാൾ വഅമില സ്വാലിഹൻ, മതത്തിന്റെ നന്മകൾ അവൻ പ്രയോഗിക്കുകയും ചെയ്താൽ അവൻ എന്തൊരു ശ്രേഷ്ഠനാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണെന്ന് അഭിമാനപൂർവ്വം അവൻ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലാ യസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമല്ല. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുക എന്നാണ്. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, നന്മ കൊണ്ട് പ്രതിരോധിക്കുക. അജ്ഞത കൊണ്ട് ആരെങ്കിലും അതിക്രമത്തിന് മുതിരുന്നുവെങ്കിൽ നന്മ കൊണ്ട് അവരെ പ്രതിരോധിക്കുക, നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക, ശാന്തിയുടെ ഗീതം ചൊല്ലുക, സമാധാനത്തെക്കുറിച്ച് അവർക്ക് പിന്നെയും ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഏറ്റവും വിശുദ്ധനായി ജീവിക്കണമെന്നും അത്തരം ആളുകൾക്ക് ദുനിയാവിലും പരലോകത്തും വലിയ ഗുണങ്ങളുണ്ടാകുമെന്നും പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു. അതുകൊണ്ട്
എല്ലാവിധ ദുഷ്പ്രചാരണങ്ങളും വളരെ വ്യാപകമായി ലോകാടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധ മതത്തെക്കുറിച്ച് പലരും കുബുദ്ധിയോടുകൂടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് മതം എന്ന് പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാൻ, മനസ്സിലാക്കാൻ, എന്താണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സാമൂഹിക നീതി എന്ന്, എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന്, എന്താണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ ആധികാരികത എന്ന്, ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളുടെ പ്രസക്തി എന്ന് യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒന്നാമതായി നമ്മൾ ശ്രമിക്കുക. പിന്നെ ഈ സമൂഹത്തോട് അതേക്കുറിച്ച് ഉദ്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാമിലായി വളർന്ന് ഇസ്ലാമിൽ തന്നെ മരണപ്പെട്ട് സമ്പൂർണ്ണ മുഅ്മിനായി മരണപ്പെട്ട് പരിശുദ്ധമായ സ്വർഗത്തിൽ സർവാനന്ദങ്ങളുടെയും പറുദീസയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, സ്നേഹജനങ്ങൾക്ക്, നല്ല മനുഷ്യർക്ക്, നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ എല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.